Chapter 1, page 14, Latitudes. Hi, welcome back. Let us return to globe. ഗ്ലോബിലെ നോർത്ത് പോളും സൗത്ത് പോളും കണ്ടുപിടിച്ചാലോ? ഇറ്റ് ഈസ് ഈസി ടു ഐഡന്റിഫൈ ദി നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ ഓഫ് ദി ഗ്ലോബ്. നമുക്ക് ഗ്ലോബിനെ റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. അത് കറങ്ങുമ്പോൾ മുകളിലും താഴെയുമുള്ള ഫിക്സ്ഡ് പോയിന്റ്സ് ആണ് നോർത്ത് പോളും സൗത്ത് പോളും. നോർത്ത് പോളിൻ്റെയും സൗത്ത് പോളിൻ്റെയും നടുവിലൂടെ പോകുന്നതാണ് ഇക്വേറ്റർ. ഇമാജിൻ ദാറ്റ് യു ആർ സ്റ്റാൻഡിങ് ഓൺ ദ ഇക്വേറ്റർ ആൻഡ് ആർ ട്രാവലിംഗ് ടുവേർഡ്സ് വൺ ഓഫ് ദി പോൾസ്. അങ്ങനെ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇക്വേറ്ററിൽ നിന്നുള്ള നിങ്ങളുടെ ദൂരം കൂടുകയാണ്. ഡിസ്റ്റൻസ് ഫ്രം ദി ഇക്വേറ്റർ ഈസ് മെഷേർഡ് യൂസിങ് ഡിഗ്രീസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്. ഈ യാത്രയിലുടനീളം ഏത് പോയിന്റിൽ വെച്ചും ഇക്വേറ്ററിന് പാരലലായി ഈസ്റ്റ് നിന്ന് വെസ്റ്റിലേക്ക് പോകുന്ന ഒരു ഇമാജിനറി ലൈൻ നിങ്ങൾക്ക് വരയ്ക്കാം. Such a line is called parallels of latitude. It draws a circle around the earth. Largest circle on the globe is equator. നമ്മൾ നോർത്തിലോട്ടോ സൗത്തിലോട്ടോ നീങ്ങുമ്പോൾ സർക്കിൾസിൻ്റെ വലിപ്പം കുറഞ്ഞു വരും. Latitudes are expressed in degrees. Equator is located at 0 degree latitude, while latitudes of the poles are 90 degree north and 90 degree south. ഈ ലാറ്റിറ്റ്യൂഡും ക്ലൈമറ്റുമായിട്ട് റിലേഷൻ ഉണ്ട്. ഇക്വേറ്ററിന് ചുറ്റുമുള്ള പ്ലേസസിൻ്റെ ക്ലൈമറ്റ് ജനറലി ഹോട്ടാണ്. ഇറ്റ് ഈസ് കോൾഡ് ടോറിഡ് സോൺ. ആസ് വി ട്രാവൽ അവേ ഫ്രം ദ ഇക്വേറ്റർ ടുവേർഡ്സ് 2 poles, the latitude increases and the climate decreases. The climate became more moderate. It is called temperate zone. And as we move closer to poles, the climate goes colder and it is called frigid zone. അങ്ങനെ നമുക്ക് മെയിൻലി 3 ഹീറ്റ് സോൺസ് ഉണ്ട് എന്ന് മനസ്സിലായി. ഇനി അടുത്ത വീഡിയോയിൽ ലോങ്ങിറ്റ്യൂഡ്സ് എന്താണ് എന്ന് നോക്കാം. ഓക്കെ ദെൻ ബൈ.